Adobe Photoshop ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ഫങ്ഷൻസ് ആൻഡ് ഓപ്ഷൻസ് ഓഫ് എ പാത്ത് പാർട്ട് 1. ഒരു പെൻ ടൂൾ ഉപയോഗിക്കുന്നത് വെറുതെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനോ മാത്രമല്ല. ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ധാരാളം വേറെ യൂസസ് ഉണ്ട്. അപ്പോൾ ഒരു പാത്തിൻ്റെ ബാക്കി ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ നോക്കാം. നമുക്കിപ്പോൾ ഇതിലുള്ള ഇയാളുടെ ഫേസ് സെലക്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് മാജിക് വാണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വിക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യാം, അതും അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒബ്ജക്റ്റ് സെലക്ഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച് ഇലകളോ അല്ലെങ്കിൽ ബിൽഡിങ്സോ അതല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഈ പറഞ്ഞ ടൂൾസ് ഉപയോഗിച്ച് ഈസിലി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വരച്ച് തന്നെ ലാസോ ടൂൾ വെച്ച് തന്നെ വരച്ചെടുക്കണം. പക്ഷേ ലാസോ ടൂൾ വെച്ച് ഫ്രീ ഹാൻഡ് വരയ്ക്കുക എന്നുള്ളത് വളരെ പാടുപെട്ടൊരു പണിയാണ്. കാരണം നമ്മളെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെലക്ഷൻ പല സൈഡിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ഇയാളുടെ ഫേസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പാത്ത് ടൂൾ ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് നമ്മൾ ഇത്ര നേരം ഉപയോഗിച്ച പോലെ പാത്ത് ടൂൾ യൂസ് ചെയ്തിട്ട് ഇയാളുടെ ഫേസിന് ചുറ്റും ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഈ ഫേസിൻ്റെ ചുറ്റും പാത്ത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യുക. കാരണം ഒരു പാത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇതേപോലെ കണ്ടും അതേപോലെ നമ്മൾ തന്നെ റിപ്പീറ്റ് ചെയ്തുമാണ് പഠിക്കുക. അതുകൂടാതെ ഈ ഒരു ഇമേജ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റിസോഴ്സസിൽ. നിങ്ങൾ ഈ ഇമേജ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ പാത്ത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇതൊന്നും മാത്രമല്ല, ഇത് പഠിച്ചതിന് ശേഷം പറ്റാവുന്നത്ര ഇമേജസിൻ്റെ മുകളിൽ പാത്ത് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുക. സോ നമ്മളങ്ങനെ ഇയാളുടെ തലയ്ക്ക് ചുറ്റും ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാത്ത് ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പാത്ത് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ പെൻ ടൂൾ തന്നെ ഉപയോഗിച്ചിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ വിൻഡോ ഇവിടെ തുറന്നു വരും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പാത്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ആദ്യം മേക്ക് സെലക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫെദറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഫെദർ എന്താണെന്ന് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. എന്നിട്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഫെദറിൽ ആ പാത്ത് എവിടെ ഉണ്ടായിരുന്നോ അതിൻ്റെ മുകളിൽ ഒരു സെലക്ഷൻ ഫോം ചെയ്യും. ഇനി നമുക്ക് സാധാരണ ഒരു സെലക്ഷൻ ഉപയോഗിച്ച് ചെയ്യണ പോലെ തന്നെ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ മാത്രമായിട്ട് മൂവ് ചെയ്യിക്കാനും സാധിക്കും. ഞാൻ അൺഡു ചെയ്ത് പഴയ സ്റ്റേറ്റിലേക്ക് വന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിൽ പാത്ത് എന്നുള്ള ഓപ്ഷനാണ്. ഇത് ബേസിക്കലി നേരത്തെ നമ്മൾ ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഫോർഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, അല്ലെങ്കിൽ കളർ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റം കളർ കൊടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ പാറ്റേൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ കൊടുക്കാനായിട്ട് പറ്റും. ഹിസ്റ്ററിയാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ നോക്കിയ പോലെ മുമ്പത്തെ ഒരു സ്റ്റേറ്റിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മളതിൽ ഇപ്പോൾ ഒരു കസ്റ്റം കളർ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിതിൽ വന്നിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ പിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഓക്കെ അടിക്കുമ്പോൾ ആ കളർ അവിടെ ഫില്ലായി. നമ്മൾ എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ പെൻ ടൂൾ ക്രിയേറ്റ് ചെയ്ത പാത്ത് അവിടെ നിന്ന് പോയി. സോ ആ പാത്ത് കിടന്നിരുന്നിടത്ത് ആ കളർ ഫില്ലായതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബേസിക്കലി ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നതിന് പകരം ഇതിങ്ങനെ വന്നിട്ട് ഫില്ല് ചെയ്യുമ്പോൾ നമുക്കിതൊരു സെപ്പറേറ്റ് ഷേപ്പായിട്ട് നിൽക്കുകയില്ല. അതേസമയം നമ്മളൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ബക്കറ്റ് യൂസ് ചെയ്ത് ഫില്ല് ചെയ്യണ ഒരു എഫക്റ്റ് നമുക്ക് 2 സ്റ്റെപ്പിനുള്ളിൽ കിട്ടുകയും ചെയ്തു.